എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയൊക്കെ അടുത്ത ആഴ്ചയിലെ പ്രൊമോ വിശേഷത്തിലേക്ക് പോയാലോ. അടുത്ത ആഴ്ചയിലെ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് അങ്ങനെ ആ ചിത്ര പൗർണമി നാളെ നടക്കുന്ന ആ പൂജ അങ്ങനെ ഗംഭീരമായിട്ട് നടക്കുകയാണ്. ഈ സമയത്ത് അനാമികയുടെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പൊ അനാമികയുടെയും അനിയുടെയും ഒക്കെ വിവാഹം അങ്ങനെ വിവാഹ തീയതിയൊക്കെ എൻഗേജ്മെന്റിന്റെ തീയതിയൊക്കെ അങ്ങനെ കുറിപ്പിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ കുറച്ച് മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് എല്ലാ കുടുംബാംഗങ്ങളെല്ലാവരും ഒത്തുകൂടിയതല്ലേ. അപ്പൊ കുറച്ച് മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അതിന്റെ വിശേഷങ്ങളും പിന്നീട് നവ്യയുടെ കള്ളത്തരങ്ങളൊക്കെ നയനെ പൊളിച്ചടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്ന നല്ല നല്ല വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടു. നയനയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മേനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ആദർശന്റെ കൈയും കൊണ്ട് വേണം വീടിന്റെ പ്രമാണം കൊടുക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ട്രിക്കൊക്കെ ഇറക്കിയാണ് നമ്മുടെ നയന. അപ്പൊ ആ ട്രിക്കിൽ എന്താണ്, ദേവയാനി കൂപ്പുകുത്തുവാണ്. അങ്ങനെ ദേവയാനി തന്നെ കനകേനെ വിളിച്ച് വീട്ടിലേക്ക് വരാൻ പറയുന്നുണ്ട്. ഈ സമയം നന്ദുവിനാണ് ഒട്ടും ഇഷ്ടമില്ല, പ്രത്യേകിച്ച് പൂജയൊക്കെ നടക്കുന്ന സമയം. ദേവയാനിയുടെ ജലജയുടെ ഒക്കെ മുഖം കാണണമെന്ന് ഓർത്ത് കഴിഞ്ഞപ്പോ തന്നെ വല്ലാത്ത ദേഷ്യമായിരുന്നു. പിന്നെ കനകൻ ഗോൻ നിർബന്ധിച്ചു, ഒന്നുമല്ലേ നിന്റെ നയനേച്ചി ഓർത്താൽ മതിയല്ലോ, അവള് പാവല്ലേ, അവളുടെ മുഖം ഓർത്തെങ്കിൽ നീ വാന്നും പറഞ്ഞിട്ട് നന്ദുവിനെയും കൂട്ടിക്കൊണ്ടാ വരുന്നേ. അങ്ങനെ നന്ദു എല്ലാരും കൂടെ അങ്ങോട്ട് വന്നു. അങ്ങനെ എല്ലാരും വന്നു കഴിഞ്ഞപ്പോ ചിത്രപൗർണമി നാളെ നടക്കുന്നത് പൂജയാണ് വീട്ടിൽ നടക്കുന്നത്. അപ്പൊ ആ പൂജയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നയന. ഈ നയന ഇതെല്ലാം ചെയ്യുന്ന കാണുമ്പോൾ നവ്യക്കോ ദേവയാനിക്കോ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, അവർക്കൊരു അവസരം കിട്ടുന്നില്ല. അതാണ് അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നീട് അങ്ങനെ പൂജകളൊക്കെ നടക്കാൻ തുടങ്ങുമ്പോഴാണ് അനാമികയുടെ വീട്ടുകാരും വരുന്നത്. അനാമികനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നന്ദുവിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നേ. കാരണം അബിയായിട്ട് അനാമിക നല്ല അടുപ്പത്തിലെന്ന് നന്ദുവിന് അറിയാം. അനിയുടെ മനസ്സിലിപ്പം അനാമികയാണെന്നുള്ളതെന്നും നന്ദുവിനൊരു ഫീലിങ്സ് ഒക്കെ ഉണ്ട്. അപ്പം നന്ദുവിന്റെ മനസ്സിലോ ഇപ്പൊ ആകെപ്പാടെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനി മാത്രമേ ഉള്ളൂ. അനിയെ കുറിച്ചുള്ള ചിന്തകൾ എപ്പോഴും ഉണ്ടാകുന്നേ. താൻ അറിയാതെ തന്നെ അവനെ സ്നേഹിച്ച് തുടങ്ങിയെന്ന് നന്ദു തിരിച്ചറിയുമായിരുന്നു. അങ്ങനെ അനാമിക വന്നതിന് ശേഷം നന്ദുവിന്റെ മുഖം അങ്ങോട്ട് മാറിപ്പോയി. നന്ദുവിന് എങ്ങനെയായാലും ആ വീട്ടിൽ നിന്ന് പോയാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുവേണ്ടി ഇടയ്ക്ക് പോയി പറയുന്നുണ്ട് കനകയുടെ അമ്മ, ഞാൻ വീട്ടിൽ പൊക്കോട്ടെ, എനിക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടമൊന്നുമില്ല. പക്ഷെ കനക അവിടെ നിർബന്ധിച്ച് പിടിച്ച് നിർത്തുവാണ്. പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടാണെങ്കിൽ എല്ലാവരും പൂജകളൊക്കെ നടക്കുന്ന സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും ഇവ ചോദിക്കുന്നുണ്ട്. അപ്പൊ അവര് വന്ന വെറുതെ വല്ല ഫലമായിരിക്കില്ലല്ലോ, എന്തെങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമല്ലേ അനാമിക അച്ഛനും അമ്മയും കൂട്ടി വരുള്ളൂ. പിന്നീട് അനാമികയുടെ അച്ഛൻ കാര്യങ്ങളൊക്കെ തുറന്നു പറയാണ്. ഇവിടുത്തെ അനീനെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, ഞങ്ങളുടെ മോൾക്ക് ഇഷ്ടമാണ്, അതുപോലെ തന്നെ തിരിച്ചു അങ്ങനെ ആണെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് ഈ കല്യാണം നടത്തണം ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്. അപ്പൊ നിങ്ങളുടെ എങ്ങനെയാ സമ്മതം, എങ്ങനെയാ, നിങ്ങൾക്ക് എങ്ങനെയാ, അതൊക്കെ ഒന്ന് ചോദിക്കാൻ വേണ്ടി വന്നാന്ന് പറയാണ്. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അവരെല്ലാം ഇതിനെക്കുറിച്ച് അറിയുന്നത് തന്നെ. പിന്നീട് അവരിതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും വേറെ സമ്മതക്കുറവൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇതെല്ലാം നടക്കുന്ന നന്ദുവിന്റെ മുന്നിൽ വെച്ചാ നന്ദു ആകെപ്പാടെ തകർന്ന് തരിപ്പണമായി പോയി. നന്ദുവിന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നന്ദുവിന് അത്രയ്ക്ക് ഇഷ്ടമാണ് അനിയെ. എത്രയൊക്കെ ഉടക്കുണ്ടാക്കിയെന്ന് പറഞ്ഞാലും അവർ തമ്മിൽ നല്ലൊരു ജോഡിയും കൂടെ ആണല്ലോ, ചേരേണ്ടതേ ചേരുവളെന്ന് പറഞ്ഞ പോലെ. അങ്ങനെ മുത്തശ്ശൻ പറഞ്ഞു, ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആ ചടങ്ങുകളൊക്കെ അങ്ങ് നടത്താമെന്ന് പറയുകയാണ്, എൻഗേജ്മെന്റ് ഒക്കെ. പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൂജ സമയത്ത് എല്ലാ കുടുംബാംഗങ്ങളെല്ലാം ഒത്തുകൂടിയത് കൊണ്ട് കുറച്ച് മത്സരങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. അപ്പം വടംവലി മത്സരം, സ്ത്രീകൾ ഒരു ടീമും പുരുഷന്മാർ ഒരു ടീമുമായിട്ട് വടംവലി മത്സരം നടത്തുന്നുണ്ട്. അങ്ങനെ വടംവലി മത്സരം നടത്തി കഴിയുമ്പോഴത്തേനും വടം ചെന്ന് പിടിച്ച് വലിച്ചിങ്ങ് വരുമല്ലോ. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും നയന പോയി ആദർശിന്റെ മുകളിലേക്ക് പോയി വീഴുന്നുണ്ട് വടവും പിടിച്ചോണ്ട്. അങ്ങനെ കുറെ സമയം അങ്ങനെ അവർ കടന്നു കഴിയുമ്പോഴത്തേനും ചുറ്റുമുള്ളവരെല്ലാം നോക്കുകയാണ്. അപ്പൊ എല്ലാവരുടെയും വിചാരം എന്നാ, ആദർശൻ നയനെ ഭയങ്കര സ്നേഹത്തിലാണ്. ശരിക്കും നയനയ്ക്ക് സ്നേഹമുണ്ട്, പക്ഷെ ആദർശിന്റെ ഉള്ളിൽ അതൊക്കെ കാണുമ്പോൾ ഒരു തീയാ ഉണ്ടാകുന്നേ. തനിക്ക് ഇപ്പോഴും സ്നേഹമില്ല, വെറും മുത്തശ്ശന് വേണ്ടി അഭിനയിക്കുക മാത്രമാണെന്ന് ആദർശനല്ലേ അറിയത്തുള്ളൂ. പക്ഷെ ഇതെല്ലാം കണ്ടു കഴിയുമ്പോഴത്തേനും എല്ലാവരുടെയും വിചാരം എന്നാ, ഇവരെന്തായാലും കൊള്ളാം, അത്ര നല്ല അടുപ്പത്തിൽ തന്നെയാണ് എല്ലാവരുടെ മനസ്സിലെ വിചാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നീട് കുറെ മത്സരങ്ങൾ അങ്ങനെ നടത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓരോരോ മത്സരങ്ങൾ നടത്തുക. ഇതിനിടയ്ക്ക് അമ്പ ചെയ്യുന്ന ഒരു മത്സരം ഉണ്ടായിരുന്നു. അതിന് അനാമിക അല്ലായിരുന്നു അനിയുടെ കൂടെ അമ്പ ചെയ്യാൻ നിന്നെ, നന്ദുവായിരുന്നു. അപ്പൊ നന്ദു മതിയെന്ന് അനി പറഞ്ഞോണ്ട കേട്ടോ, അവളുടെ കൂടെ നിന്നാലോ താൻ മത്സരിച്ച് ജയിക്കോളെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാണ്, അനാമികയുടെ അമ്മ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ്, നീ വേണം അവിടെ പോയി നിൽക്കാനായിട്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേന് അനാമിക അങ്ങോട്ട് വരുവാണ്. അങ്ങോട്ട് വന്നിട്ട് നന്ദുവിനോട് പറഞ്ഞു, ഞാൻ ഇവിടെ നിന്നോളാം, ഞാൻ അനിയുടെ കൂടെ മത്സരിച്ചോളാം എന്നൊക്കെ പറയാം. നന്ദുവിന് വല്ലാത്ത വിഷമമായി പോയി. അനി പറയുന്നുണ്ട്, ഞാൻ നന്ദുവിൻ്റെ കൂടെ നിന്നാലും അനി ജയിക്കത്തുള്ളെന്ന്. പക്ഷെ നന്ദു പിന്മാറുവാണ്.
അതൊക്കെ നന്ദുവിന് വല്ലാത്തൊരു വിഷമം ഉണ്ടാകുന്ന കാര്യങ്ങളായിരുന്നു. പിന്നീട് എല്ലാവരും കൂടെ ഒരുമിച്ച് ഡാൻസ് കോമ്പറ്റീഷനൊക്കെ നടത്തുന്നുണ്ട്. ഏറ്റവും നന്നായിട്ട് ആരാ ഡാൻസ് കളിക്കുന്നത്, ഡിവൻ ഡാൻസ്, കപ്പിൾ അങ്ങനത്തെ ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പം ജലജയും ആദർശും നയനെ എല്ലാവരും കളിക്കുന്നുണ്ട് ഡാൻസൊക്കെ. അപ്പോൾ അടിപൊളിയായിട്ട് എല്ലാവരും ഡാൻസ് കളിച്ച് മുത്തശ്ശൻ ആർക്ക് സമ്മാനം കൊടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിട്ടുണ്ടായിരുന്നു മുത്തശ്ശന്. ഈ ഡാൻസ് ഒക്കെ കളിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നവ്യയുടെ വയറ്റിക്കിടത്തിന് ആ ഒരു പാടുണ്ടല്ലോ, ആ തുണിയുണ്ടല്ലോ, അതങ്ങോട്ട് ചാടി പോകുന്നുണ്ട്. ഭാഗ്യം അത് കണ്ടതോ നയനയായിരുന്നു. നവ്യയുടെ വയറ്റിൽ ചാടിപ്പോയ നവ്യ പോലും ഇത് അറിഞ്ഞില്ല. പക്ഷെ നയനെ കണ്ടു. നയന എന്ത് ചെയ്യണം, പെട്ടെന്ന് ആരും കാണാതെടുത്ത് മാറ്റുവാണത്. മാറ്റിയിട്ട് നവ്യനെ വിളിച്ചിട്ട് പോയി കണ്ണ് പൊട്ടുന്ന ചീത്ത പറയുന്നുണ്ട്. കാരണം ഒട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല നയനയ്ക്ക്. ഇത്രയും കാലം എല്ലാവരും പറ്റിച്ചു, വീണ്ടും എല്ലാവരും കൂടെ പറ്റിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നയന അപ്പോഴും പറഞ്ഞു, ദൈവത്തോട് തുറന്നു പറ എല്ലാവരോടും, ഇനിയും സമയം വൈകിട്ടില്ല. പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് നവ്യ കൂട്ടാക്കിയില്ല. നവ്യ ഒരു ദൈവത്തോട് നീ ആരോടൊന്നും പറയാതിരുന്നാൽ മതി, ഞാൻ ഇനി ആരോടൊന്നും പറയാൻ പോകുന്നില്ല. നീ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ എൻ്റെ സ്വഭാവം എന്താ, ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പോലും പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനേനെ ഭീഷണിപ്പെടുത്തുവാണ്. അവിടെ അങ്ങനെ ചടങ്ങുകളൊക്കെ നടക്കുന്ന സമയത്ത് നന്ദു ആകെപ്പാട് ടെൻഷനിലായിരുന്നു. നന്ദു വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. അവസാനം കനക നന്ദുവിനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോരുവാണ്. വീട്ടിൽ വന്ന ഉടനെ നന്ദു ആകെപ്പാടെ ദേഷ്യപ്പെട്ട് സങ്കടപ്പെട്ട് മുറിയിലേക്ക് പോയി കഥ കടച്ചിരിക്കുകയാണ്. കനയ്ക്ക് വല്ലാത്തൊരു വിഷമമായിപ്പോയി. കനയ്ക്ക് എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. നന്ദു എന്തിനാ എത്ര ടെൻഷൻ അടിക്കുന്നത്, വിഷമിക്കുന്നത് എന്തിനാന്ന് പോലും അറിയില്ലായിരുന്നു. അവസാനം വന്ന് കഴിഞ്ഞപ്പോഴത്തേനും കനയ്ക്കൊരു സംശയം, ഇനിയിപ്പോൾ അനിയുടെ കല്യാണം ഉറപ്പിച്ചുകൊണ്ടാണോ ഇങ്ങനെയൊരു ടെൻഷൻ ഇവൾക്കുണ്ടാകുന്നേ, ഇനി ഇവൾ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ അനീനെ, ആ ഒരു ചിന്തയൊക്കെ കനകയുടെ ഉള്ളിലുണ്ടാവുന്നുണ്ട്. കനയ്ക്കും ഭയങ്കര ബുദ്ധിമുട്ടാവുകയാണ്. ഇത്രയും നാളത്തെ നന്ദുവിനെ പോലെ അല്ല പിന്നെ നന്ദു പെരുമാറിയത്. ഇത്രയും കാലം ഇങ്ങോട്ട് വാന്ന് പറഞ്ഞാൽ നീ ഒന്ന് പോടാ എന്ന് പറയുന്ന സ്വഭാവമായിരുന്നു. പക്ഷെ നന്ദു ആകെപ്പാടെ മാറിപ്പോയി. നന്ദുവിന് ചിരിയില്ല, കളിയില്ല, എപ്പോഴും മുറിക്കാത്തവരെ അടച്ചിരിപ്പൊക്കെ, അങ്ങനെയൊക്കെ ആയിപ്പോയി നന്ദുവിൻ്റെ ഈ സ്വഭാവം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പിന്നീട് കനക എന്ത് ചെയ്യുക, നയനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നയനയ്ക്ക് പക്ഷെ എന്താ സംഭവം എന്താ കാര്യമൊന്നും നയനയ്ക്കും അറിയത്തില്ലായിരുന്നു. പിന്നീട് കന കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നയനയ്ക്കും വല്ലാത്തൊരു ഷോക്കായി പോവാണ്. പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനിയുടെ അനാമികയുടെ എൻഗേജ്മെന്റ് ഒക്കെ നടത്തുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും അതൊന്നും ഒരിക്കലും നടക്കില്ല. അവർ രണ്ടുപേരും തമ്മിൽ കല്യാണം കഴിക്കില്ല. കല്യാണം കഴിക്കാൻ പോകുന്ന നമ്മുടെ നന്ദുവും അനിയും കൂടെ ആയിരിക്കും. അതാണല്ലോ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. അനാമികിന് ഒരു കാരണവശാലും കല്യാണം കഴിക്കരുത്, നന്ദു അനിയും തമ്മിൽ കല്യാണം കഴിക്കുന്ന എല്ലാവരുടെ ആഗ്രഹം. അപ്പം നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം പോലെ തന്നെ നടക്കാൻ പോകുന്നുള്ളൂ. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇനി നമ്മൾ കാണാൻ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ വിശേഷങ്ങളെല്ലാം ഇനി ഓരോ ദിവസമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പം എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.